കേരളത്തിലെ പരമ്പരാഗത വീടുകൾ കാലഹരണപ്പെട്ടതാണോ? ആധുനിക ജീവിതത്തിന് അനുയോജ്യമല്ലാത്തതാണോ? അവയൊക്കെ വളരെ ചിലവേറിയതാണോ? എന്തെങ്കിലും മെയിൻ്റനൻസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ താങ്ങാനാവാത്ത ചിലവുള്ളതാണോ? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ബഹുഭൂരിപക്ഷം ആളുകളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ പൂർവികർ കണ്ടെത്തിയ വാസ്തുവിദ്യ വെറും ഒരു കെട്ടിട നിർമ്മാണ രീതി മാത്രമല്ല, അത് കാലാവസ്ഥയോടും പരിസ്ഥിതിയോടും ഇണങ്ങി ജീവിക്കുവാനുള്ള സംസ്കാരമാണ്. അത്തരത്തിൽ നിർമ്മിച്ച സാധാരണ വീടുകൾ 4 കെട്ടുകൾ, 8 കെട്ടുകൾ, 16 കെട്ടുകൾ തുടങ്ങിയ വീടുകളെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ കേരളത്തിലെ പരമ്പരാഗത വീട് നിർമ്മാണ രീതിയിൽ പൊതുവായിട്ടുള്ള 10 വലിയ തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1. കേരളത്തിലെ പരമ്പരാഗത വീടുകൾ വലിയ മാളികകളാണ്, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളാണ്. 2. ഇക്കാലത്ത് ഇവ പ്രായോഗികമല്ല, വളരെ ചിലവേറിയതാണ്. 3. അവ ഇരുണ്ടതും വായുസഞ്ചാരം വളരെ കുറഞ്ഞതുമാണ്. 4. ആധുനിക സൗകര്യങ്ങളോ ആധുനിക ജീവിത രീതികളോ ഉൾക്കൊള്ളാൻ കഴിയാത്തവയാണ്. 5. മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വളരെ ചിലവേറിയതാണ്. ഇത്തരം വീടുകളെല്ലാം കാഴ്ചയ്ക്ക് ഒരേപോലെയാണ്. 7. ഇവ കാണുവാനുള്ള പുറംഭംഗി മാത്രമേ ഉള്ളൂ, ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. 8. ഇവയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. 9. ഇവ കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. 10. ഇത്തരം വീടുകളിലെ വാസ്തു തത്വങ്ങൾ എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. ഇനി നമുക്ക് ഇവയെ ഓരോന്നും വിശദമായി പരിശോധിക്കാം. അതുകൂടാതെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം വീടുകൾ എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ എങ്ങനെ നിർമ്മിക്കാമെന്നും നമുക്ക് ചിന്തിക്കാം. നമസ്കാരം, ഞാൻ ഷാജി പി.ഡി. കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽ, സേവനങ്ങൾ, ട്രെൻഡുകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒന്നാമത്തത്, കേരളത്തിലെ പരമ്പരാഗത വീടുകളെല്ലാം വലിയ മാളികകളോ വലിയ കെട്ടിടങ്ങളോ ആണ്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം കേരളത്തിലെ പുരാണ വാസ്തുശില്പകല ആളുകളുടെ പദവിയെയും സമ്പത്തിനെയും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയും അവരുടെ മതത്തെയും അടിസ്ഥാനമാക്കി വിവിധ രീതിയിലും വിവിധ വലിപ്പത്തിലും വൈവിധ്യത്തിലുമായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. 4 കെട്ട്, 8 കെട്ട് തുടങ്ങിയ വീടുകളൊക്കെ പ്രശസ്തമായ സാമ്പത്തിക ശേഷിയുള്ള ബ്രാഹ്മണര്, നമ്പൂതിരിമാര് അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായ നല്ല സാമ്പത്തിക ശേഷിയുള്ള പ്രഭുക്കന്മാരുടെയൊക്കെ വീടുകളായിരുന്നു ഇത്തരം വീടുകളൊക്കെ. 16 കെട്ട് വളരെ വിരളമായി ഉണ്ടാവാറുള്ളൂ. അത് നാടുവാഴികളുടെയോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ ഒക്കെ ആയിരുന്നു. കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ഇടത്തരം വീടുകൾ, ഇടത്തരം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീടുകളൊക്കെ 4 കെട്ട് രീതിയിലുള്ളതായിരുന്നു. ചുറ്റിലും വരാന്തയും ഒക്കെയുള്ള വീടുകൾ, അത് ഏത് മതസ്ഥരാണെങ്കിലും പുരാതന കാലത്തെ വീടുകളെല്ലാം ആ രീതിയിൽ നിർമ്മിച്ചതായിരുന്നു. മറ്റൊന്ന്, വളരെ സാധാരണക്കാരായ വീടുകൾ, ഓടുമേഞ്ഞ ഉയരത്തിലുള്ള വീടുകളായിരുന്നു. ഈ വീടുകൾക്ക് ചുറ്റിലും അല്ലെങ്കിൽ ഇതിൻ്റെ 2 സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വരാന്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള വീടുകളിലെല്ലാം വരാന്തകളും നടുമുറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിർമ്മിതികളുടെയും ഒരു കോമൺ സാമ്യതയായിരുന്നു. രണ്ടാമത്തത്, ഇക്കാലത്ത് ഇവ തീരെ പ്രായോഗികമല്ല, വളരെ ചിലവേറിയതാണ്. ഇത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നിർമ്മിക്കാൻ സാധിക്കും. വലിയ തൂണുകൾ, മച്ചിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബീമുകൾ തടി കൊണ്ടുള്ളതാണ്. GI പൈപ്പുകളോ സിമെന്റിന്റെ ബീമുകളോ റെഡിമെയ്ഡ് ബീമുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കും. തടിയിൽ കൈകൊണ്ട് കാർവ് ചെയ്ത് എടുക്കുന്ന ധാരാളം കൊത്തുപണികളൊക്കെ പഴയ വീടുകളുണ്ടാവും. അതിനൊക്കെ പകരമായിട്ട് സിമെന്റ് കൊണ്ട് നിർമ്മിച്ചതും ക്ലേ കൊണ്ട് നിർമ്മിച്ചതുമായ കൊത്തുപണികളൊക്കെയുള്ള ഫിറ്റിങ്സ് ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും. വിലയും വളരെ കുറവാണ്, ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും, ഒരു പൗരാണിക ലുക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥലപരിമിതി അനുസരിച്ച് നടുമുറ്റത്തിൻ്റെ ഒക്കെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്തിട്ട് ആ രീതിയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒക്കെ കണ്ടംപററി വീടുകൾ വരെ കോർട്ട്യാർഡ് എന്ന് പറയുന്ന നടുമുറ്റമോ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസോ അങ്ങനെ ഓപ്പൺ ടു സ്കൈ ഒക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. ആ പഴയ സ്വാധീനം ഇപ്പോഴും ആളുകളിലേക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് അതിൻ്റെ വലിപ്പത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഏത് വീടുകളിലും ഇതുപോലുള്ള നടുമുറ്റങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. ഈ പഴയ വീടുകളിലൊക്കെ ധാരാളം തേക്ക് തടികൾ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലൊക്കെ എഞ്ചിനീയർഡ് വുഡും റെഡിമെയ്ഡ് വുഡുകളൊക്കെ കിട്ടാനുണ്ട്. വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്നവയൊക്കെ ആ രീതിയിലൊക്കെ ചെയ്ത് നമുക്ക് ഒരു പരമ്പരാഗത വീടിൻ്റെതായ രീതിയിൽ അതേ സൗകര്യത്തിൽ ജീവിക്കാൻ സാധിക്കും. മൂന്നാമത്തത്, ഇത്തരം വീടുകൾ വളരെ ഇരുണ്ടതാണ്, വെളിച്ചം തീരെ കുറവാണ്, വായു സഞ്ചാരം തീരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. പരമ്പരാഗത വീടുകൾ ആധുനിക വീടുകളെക്കാളും ക്ലൈമറ്റ് മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നവയാണ്. മിക്കവാറും വീടുകൾക്ക് നടുമുറ്റം ഉണ്ടാകും. അതിൻ്റെ ഉപയോഗം എന്താണ്? ചൂടായ വായുവിനെ പുറത്തേക്ക് കളയുവാനും പുറത്തുള്ള വായുവിനെ വീടിൻ്റെ ഉള്ളിലെല്ലാം കയറി ഇറങ്ങി പോകുവാനും ഒക്കെയുള്ളതാണ്. നീളൻ വരാന്തകൾ നടുമുറ്റത്തിൻ്റെ 4 ഭാഗത്തും ഉണ്ടാകും. അതുപോലെ വീടിൻ്റെ ചുറ്റിലും നീളൻ വരാന്തകൾ ഉണ്ടാകും. ഇതൊക്കെ വെയിലിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ നമ്മുടെ ഭിത്തിയെയും അകത്തെ മുറികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു.
ചെരിഞ്ഞ ഉയരമുള്ള മേൽക്കൂര. ആ മേൽക്കൂരയിൽ തന്നെ പല സ്ഥലത്തും വേറെ ഓപ്പണിങ്സ് എല്ലാം കൊടുത്തിട്ട് അതിലൂടെയും വായു കയറുവാനും ചൂടായ വായു പുറത്തേക്ക് പോകാനുമുള്ള ശരിയായിട്ടുള്ള ക്ലൈമറ്റ് മാനേജ്മെന്റ് പഴയകാല വീടുകളിൽ ചെയ്തിരുന്നു. ഇത്തരം വീടുകളിൽ എയർ കണ്ടീഷനിങ്ങും ഫാനിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കുറയാനുള്ള കാരണം ഇതേ രീതിയിലുള്ള നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടായിരുന്നു. നാലാമത്തത്, ഇത്തരം വീടുകളിൽ ആധുനിക സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആധുനിക ജീവിത സാഹചര്യങ്ങളോ ഉൾപ്പെടുത്താൻ കഴിയാത്തവയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വിജയകരമായ ധാരാളം പൊരുത്തപ്പെടുത്തലുകൾ ഇതിനകത്ത് നടത്തുവാൻ കഴിയും. പരമ്പരാഗത വീടുകളിൽ കഞ്ചക്ഷൻ തോന്നുന്ന ഒരു പക്ഷേ ചെറിയ ചെറിയ മുറികളൊക്കെ ആയിരിക്കും. കാരണം കൂട്ടുകുടുംബമായി താമസിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ മുറികളുടെ ആവശ്യമുണ്ട്. അതനുസരിച്ച് മുറികളുടെ വലുപ്പം ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മുറികളെല്ലാം വലുതാക്കിക്കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള കൺവേർഷൻ ചെയ്യാൻ പറ്റും. അടുക്കള നമുക്ക് മോഡുലാർ കിച്ചൺ ചെയ്യാൻ പറ്റും. ടോയ്ലറ്റുകളൊക്കെ മോഡേൺ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ചെയ്യുവാൻ പറ്റും. ഈ ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഏരിയകളൊക്കെ ഓപ്പൺ കോൺസെപ്റ്റിൽ ചെയ്യുവാൻ പറ്റും. ഈ വീടുകൾക്കൊക്കെ ധാരാളം ഉയരമുള്ളതുകൊണ്ട് ഒരു മെസനൈൻ ഫ്ലോർ, ഇടയിൽ ഒരു തട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ സ്റ്റഡി ഏരിയകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പൂമുഖം ഫാമിലി ലിവിങ് ഏരിയ അല്ലെങ്കിൽ വീട്ടുകാർക്കെല്ലാം കൂടെ ഒന്നിച്ചു കൂടാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുവാൻ സാധിക്കും. നീളൻ വരാന്തകൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ഏരിയകളാക്കി വരുവാനും ഇത് സാധിക്കും. ഇതുപോലുള്ള ധാരാളം 4 കെട്ടുകളും 8 കെട്ടുകളുമൊക്കെ റിനോവേഷൻ ചെയ്ത് സ്പേഷ്യസ് ആയ രീതിയിൽ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്തിട്ടുമുണ്ട്. അഞ്ചാമത്തെ തെറ്റിദ്ധാരണ, മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്, മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ വളരെയധികം ചിലവാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്. വണ്ണമുള്ള ഒരു തടിയുടെ തൂണിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവ് വരും. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതിനെപ്പോലെ തന്നെ തോന്നിക്കുന്ന എന്നാൽ ചിലവ് ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് അത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. ലളിതമായ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് നൂറ്റാണ്ടുകളായിട്ട് പല തലമുറകൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന 4 കെട്ട് 8 കെട്ട് മുതലായ വീടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിന് മെയിൻ്റനൻസ് ഫ്രീ ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ആൾതാമസം ഇല്ലാതിരിക്കുകയും ആവശ്യമായ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കുകയോ അങ്ങനെ ക്ഷയിച്ചു പോയിട്ടൊക്കെ കാര്യമായ തകർച്ചകൾ വന്നേക്കാം. ചെരിഞ്ഞ മേൽക്കൂരി ആയതുകൊണ്ട് വരാന്തകൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളമോ ഈർപ്പമോ ഒന്നും ഭിത്തിയിലേക്ക് അടിക്കുകയില്ല. അങ്ങനെ ഭിത്തി നല്ല സംരക്ഷണമുള്ളതായി തീരും. ഉള്ളിലൊന്നും ഈർപ്പമോ പൂപ്പലുകളോ ഉണ്ടായിരിക്കുകയില്ല. ഈ വീടുകളൊക്കെ അതിൻ്റെ തറനിരപ്പ് ബേസ്മെൻറ്റ് വളരെ ഉയർന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വെള്ളപ്പൊക്കമോ പ്രളയ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വീട് സുരക്ഷിതമായിരിക്കും. യാതൊരു കാരണവശാലും ഇതിൻ്റെ സ്ട്രക്ചറിൽ യാതൊരു ഡാമേജും ഉണ്ടാകാൻ സാധ്യതയില്ല. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മര ഉരുപ്പടികളിൽ യാതൊരു കാരണവശാലും ചെതല് അതുപോലുള്ള ജീർണതകൾ ഒന്നും ബാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ മൂപ്പത്തിയ മരങ്ങൾ ഉപയോഗിച്ച് ചെയ്തതായതുകൊണ്ട് ഇവയ്ക്കൊന്നും ഒരു കേടുപാടുകളും സംഭവിക്കുകയില്ല. എല്ലാ വീടുകൾക്കും ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവും. മുഴുവൻ ഏരിയകളിലും കാറ്റും വെളിച്ചവും ഒക്കെ കയറും. അതുകൊണ്ടാണ് നടുമുറ്റവും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ രീതിയിലും വെന്റിലേഷൻ വരുന്നതുകൊണ്ട് തന്നെ പായലോ പൂപ്പലോ മറ്റ് ഫംഗസുകളോ ചെതലോ ഒന്നും വരികയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലുള്ള കേരള തനിമയുള്ള പണ്ടത്തെ വീടുകളൊക്കെ കുമ്മായത്തേപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പോലെ സിമെൻറ്റ് മോട്ടാർ ഉപയോഗിച്ചായിരുന്നില്ല. അപ്പോൾ ഈ കുമ്മായത്തേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിള്ളലുകളോ പൊട്ടലുകളോ ചെറിയ ക്രാക്കുകൾ ഉണ്ടാകുകയില്ല. ഈ അടുത്ത് തമിഴ്നാട്ടിൽ വലിയൊരു വീട് കംപ്ലീറ്റ് കുമ്മായത്തേപ്പിൽ നിർമ്മിക്കുന്ന വിശദാംശങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ കേരളത്തിൽ അത് വളരെ കുറവാണ്. അത് ചെയ്യുന്നവരുണ്ടോ എന്ന് തന്നെ അറിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ രോഗാണുക്കളോ ബാക്ടീരിയങ്ങളോ കീടങ്ങളോ മോശമായതൊന്നും ആ വീടുകളിൽ ഉണ്ടായിരിക്കുകയില്ല. ആറാമത്തെ തെറ്റിദ്ധാരണ, ഇവയെല്ലാം കാഴ്ചയ്ക്ക് ഒരുപോലെയാണെന്നുള്ളതാണ്. 4 കെട്ടായാലും 8 കെട്ടായാലും കാണുമ്പോൾ എല്ലാം ഒരു പരിധിവരെ കാഴ്ചയ്ക്ക് ഒരുപോലെയാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്രാദേശിക സാംസ്കാരിക മത സ്വാധീനങ്ങളും ഉണ്ട്. അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. വടക്കൻ കേരളം, അതായത് മലബാർ ഏരിയയിൽ ആദ്യകാലത്തൊക്കെ വലിയ സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഏരിയയായിരുന്നു. അപ്പോൾ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വീട് നിർമ്മാണമാണ് അവിടെ ചെയ്തിരുന്നത്. അത് അവിടുത്തെ നിർമ്മാണങ്ങളിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. മധ്യ കേരളം, അതായത് കൊച്ചി ഭാഗമൊക്കെ, അവിടെയൊക്കെ ബിസിനസ്സിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും വിദേശികളുടെ ഒരു സ്വാധീനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നിർമ്മാണങ്ങൾ അത് നന്നായിട്ട് ദൃശ്യവൽക്കരിക്കപ്പെടുന്നതായിരുന്നു. തെക്കൻ കേരളം, അതായത് തിരുവിതാംകൂർ ഭാഗം, അവിടെയൊക്കെ മതത്തിന് സ്വാധീനം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള നിർമ്മാണങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം ഓരോ നിർമ്മാണത്തിലും പ്രകടമായിരുന്നു. തീരദേശവുമായി അടുത്ത നിർമ്മിതികൾക്കെല്ലാം കടലിൽ നിന്നുള്ള രാസവസ്തുക്കൾ വീടുകളിലും നിർമ്മിതികൾക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുന്ന നിർമ്മാണങ്ങളായിരുന്നു ആ തീരദേശ മേഖലകളിൽ നടത്തിക്കൊണ്ടിരുന്നത്. മതപരമായ വ്യത്യാസങ്ങളാണ്
ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത, ജൈന മുതലായ വിഭാഗങ്ങൾ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിലും നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തികച്ചും വ്യത്യസ്തമായ നിർമ്മാണ രീതികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കാഴ്ചയ്ക്ക് ഒരുപോലെ ആയിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഏഴാമത്തെ തെറ്റിദ്ധാരണ ഇത് പുറത്തുനിന്ന് കാണുവാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്നാണ്. ബുദ്ധിപരമായ നിർമ്മാണ രീതിയിലൂടെ നൂറ്റാണ്ടുകളായി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. യാതൊരുവിധ കാലാവസ്ഥകൾക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെരിഞ്ഞ മേൽക്കൂര, മഴക്കാലത്ത് വെള്ളം വളരെ വേഗത്തിൽ തന്നെ ഒഴുകി പോകുന്നു, മഴ കഴിയുമ്പോൾ അത് ഉണങ്ങുകയും ചെയ്യുന്നുണ്ട്. കെട്ടിടത്തിന് പൂർണ്ണമായ സംരക്ഷണം നൽകുന്നതാണ്. വരാന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ മഴയോ തണുപ്പോ ഇവയൊന്നും ഈ ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ മെയിൻ സ്ട്രക്ചറിലേക്കോ അടിക്കുകയോ അതിന്റെ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുകയില്ല. തൂണുകളൊക്കെ വളരെയധികം കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ ഉള്ളതാണെങ്കിലും അവ സ്ട്രക്ചറിനെ പല രീതിയിൽ നേരിട്ട് ഒരു തൂണ് പോലെ അല്ലാത്ത രീതിയിൽ പല ബ്രാഞ്ചസ് ആയിക്കൊണ്ടൊക്കെ അല്ലെങ്കിൽ പല സപ്പോർട്ടിലൊക്കെ ആ മെയിൻ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്നുണ്ട്. തടി കൊണ്ടുള്ള മച്ച് ചൂടിനെ കുറയ്ക്കുവാനും റൂമിനുള്ളിലെ ഊഷ്മാവിനെ വളരെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും സാധിക്കുന്നവയാണ്. എല്ലാ തടി ഉരുപ്പടികൾക്കും പൊതുവെ ഭൂകമ്പങ്ങളെ ചെറുക്കുവാനുള്ള പ്രതിരോധ ശേഷി കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ വെട്ടുകൾ, ലാറ്ററൈറ്റ് സ്റ്റോണും ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത വസ്തുവാണ്. അടുക്കളയുടെ സ്ഥാനം, പൂജാമുറി എന്നിവയിൽ നിന്നൊക്കെ വരുന്ന ചൂടും പുകയും ഒരിക്കലും റൂമിലേക്ക് വരാത്ത രീതിയിലാണ് അവയൊക്കെ രൂപകൽപ്പന ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ കാണുവാനുള്ള ഭംഗി മാത്രമല്ല, ജീവിക്കാനും വളരെ സുഖകരമായിരുന്നു എന്നാണ് തെളിയിക്കപ്പെടുന്നത്. എട്ടാമത്തെ തെറ്റിദ്ധാരണ ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ നിർമ്മിക്കാൻ കഴിയുള്ളൂ, ഇതിന് കുറേ സ്ഥലം ആവശ്യമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ അത് വെറുതെയാണ്. ഇപ്പം മെട്രോ സിറ്റികളിൽ വരെ ഇതുപോലുള്ള നാലുകെട്ട് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ വലിയൊരു നാലുകെട്ട് മലയാളിയാണ് പോയി നിർമ്മിച്ചതെന്നാണ് പറയുന്നത് കേട്ടത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെറിയ സ്ഥലത്ത് വരെ ഇതുപോലുള്ള നാലുകെട്ട് മോഡലുള്ള വീടുകൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. അത് മാത്രം ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. ഇന്റീരിയറിലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എക്സ്റ്റീരിയർ നാലുകെട്ട് രീതിയിലൊക്കെ ആക്കി ചെയ്യാൻ പറ്റുന്നതാണ്. ഒൻപതാമത്തെ തെറ്റിദ്ധാരണ ഇവ കൂട്ടുകുടുംബങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അത് ആളുകൾക്ക് അങ്ങനത്തെ ചിന്താഗതി വരാൻ കാരണം കൂട്ടുകുടുംബങ്ങളായിരുന്നു ഇതിനകത്ത് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അതിനെ പറ്റുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കുന്നതാണ്. വലിയ മുറ്റം, വിശാലമായ നടുമുറ്റം, വീടിന് ചുറ്റും വരാന്തകൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂട്ടുകുടുംബത്തിനെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും. അധികം സ്ഥലമൊന്നും എടുക്കാതെ ഉള്ള സ്ഥലത്ത് തന്നെ പ്രകൃതിദത്ത കാറ്റും വെളിച്ചവും ഒക്കെ കടന്നു വരുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാം, ചെറിയ കോട്ടയാടികൾ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ പഴയ നിർമ്മാണ രീതിയുമായി സാമ്യത്തിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള നിർമ്മാണങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. പഴയ വീടുകളിലൊക്കെ നീണ്ട ഇടനാഴി, അതിന് ചുറ്റും റൂമുകൾ, ആ ഒരു രീതിയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പൺ സ്പേസിൽ നിന്ന് റൂമുകളിലേക്ക് കയറുന്ന രീതിയിലൊക്കെ നമുക്കൊരു നാലുകെട്ട് സമാന്തരമായ വീട്ടിൽ റൂമുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പത്താമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം വീടുകളിലെ വാസ്തു തത്വങ്ങൾ എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസം മാത്രമാണ്, അതിനകത്ത് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റാണ്. പല വാസ്തു തത്വങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ബയോഫിലിക് രൂപകൽപ്പനയുമായി ഇഴുകിച്ചേർന്ന് പോകുന്നവയുമാണ്. പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ഡിസൈനാണത്. എയർഫ്ലോ അടിസ്ഥാനത്തിലുള്ള റൂമുകൾ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം കാറ്റും വെളിച്ചവും കടന്നു പോകും. വീട് എപ്പോഴും തണുത്തിരിക്കും. വൈദ്യുതി കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. അടുക്കളയ്ക്കും പൂജാമുറിക്കൊക്കെ പ്രത്യേക സ്ഥലം വാസ്തുവിൽ പറയുന്നതുകൊണ്ട് തന്നെ വീടിന്റെ ഉള്ളിലേക്ക് അതിന്റെ പുകയും ചൂടും വരാതിരിക്കാനുള്ള രീതിയാണ്. അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിന്റെ പരമ്പരാഗത വീടുകൾ ഭംഗിയും ഗാംഭീര്യവും ഒത്തുചേർന്നതും പ്രകൃതി സൗഹൃദ നിർമ്മാണ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും പ്രകൃതിദത്ത വായുവും വെളിച്ചവും ധാരാളം കടന്നു പോകുന്നതും അതിലൂടെ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നൽകുന്നതുമാണ്. ഈ നാലുകെട്ടുകളോ എട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുരാണ നിർമ്മിതികളോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ചൈന, ജപ്പാൻ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇതുപോലുള്ള വലിയ വീടുകൾ, നാലുകെട്ട് പോലത്തെ വീടുകൾ, അല്ലെങ്കിൽ നടുമുറ്റമുള്ള വീടുകൾ, അല്ലെങ്കിൽ ചുറ്റിലും വരാന്തകളുള്ള വീടുകൾ, അതുമല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളായി നിൽക്കുന്ന വീടുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പഴഞ്ചൻ രീതിയല്ല അത്. ചെലവ് കുറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അണുകുടുംബങ്ങൾക്ക് പോലും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന വീടുകൾ നിർമ്മിച്ച് വളരെ കാലം സുഖകരമായി അതിൽ ജീവിക്കുവാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. വീഡിയോ കണ്ടതിന് നന്ദി.